ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പോയത്തിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ്. ഈ പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജസിനെ കുറിച്ച് പറയുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഓരോ ഇമേജസും എന്താണെന്നും അതുപോലെ ഈ ഇമേജസ് പിന്നെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ കവിതയിലുള്ളതെന്നും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. Poets use different kinds of images to enhance the meaning of poems. This can be visual, auditory, olfactory, tactile, gustatory, kinesthetic, etc. അപ്പോൾ ഇവിടെ ചില ഇമേജസിനെ കുറിച്ച് പറയുകയാണ്. പല വിധത്തിലുള്ള ഇമേജസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിഷ്വൽ ഇമേജസ്, ഓഡിറ്ററി ഇമേജസ്, ഇങ്ങനെ കുറേ ഇമേജുകളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നും നമ്മൾ എങ്ങനെയാണ് ഈ ഇമേജിനെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ്, ഏത് ഇന്ദ്രിയം ഉപയോഗിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഉദാഹരണത്തിന് വിഷ്വൽ ഇമേജിന് ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ റോസ് ഫ്ലവർ. അത് ഒരു റോസ് ഫ്ലവർ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ആ ഭംഗി, അതിൻ്റെ റെഡ് നിറം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കണ്ണുപയോഗിച്ചാണ് ഈ ഒരു ഇമേജിനെ മനസ്സിലാക്കുന്നത്. എന്നാൽ ഓഡിറ്ററി ഇമേജ് എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ശബ്ദം ഉപയോഗിച്ച്, നമ്മുടെ കാതുപയോഗിച്ച് നമ്മളത് കേട്ടുകൊണ്ടാണ് അതിനെ മനസ്സിലാക്കുന്നത്. അത്തരം ഇമേജുകളെ നമ്മൾ ഓഡിറ്ററി ഇമേജ് എന്നും, സ്മെല്ല് അല്ലെങ്കിൽ മണവുമായി ബന്ധപ്പെട്ട ഇമേജുകളെ ഓൾഫാക്ടറി ഇമേജസ് എന്നും, ഏതെങ്കിലും പ്രവൃത്തി, ഒരു ആക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമേജസിനെ കിനസ്തെറ്റിക് ഇമേജസ് എന്നും, അതുപോലെ ടച്ച് അല്ലെങ്കിൽ സ്പർശനവുമായി ബന്ധപ്പെട്ട, സ്പർശനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ഇമേജസിനെ ടാക്ടൈൽ ഇമേജസ് എന്നും പറയുന്നു. അപ്പോൾ അതിനൊക്കെ ഓരോ ഉദാഹരണം ഈ പോയത്തിൽ നിന്ന് ഈ ഒരു പേജിൽ കാണിച്ചിട്ടുണ്ട്. വിഷ്വൽ ഇമേജിന് ഉദാഹരണം റോസ്, ഓഡിറ്ററി ഇമേജിന് ഉദാഹരണം ഈ പോയത്തിൽ പറയുന്ന someone mentioning your name, അതുപോലെ സ്മെല്ലുമായിട്ട് ബന്ധപ്പെട്ട് സെൻറ്റ് ഓഫ് ദ ഫ്ലവർ, കിനസ്തെറ്റിക് ഫ്ലേറ്റിംഗ് ഡേ, ടാക്ടൈൽ അത് കിസസ്. ഇതൊക്കെ ഈ പോയത്തിൽ നിന്ന് ഈ പറയുന്ന തരത്തിലുള്ള ഇമേജസിന് ഉദാഹരണമാണ്. ഇനിയാണ് നമ്മുടെ ഇതിൻ്റെ എഴുതാനുള്ള ആക്ടിവിറ്റി വരുന്നത്. അതൊന്ന് കാണിക്കാം. ഇവിടെ നമുക്ക് 3 കോളങ്ങൾ കാണാം. ഒന്നാമത്തെ കോളത്തിൽ ഏത് തരം ഇമേജാണ് എന്നുള്ള കാര്യം, രണ്ടാമത്തതിൽ അതിൻ്റെ ഉദാഹരണം, മൂന്നാമത്തതിൽ അതിൻ്റെ പ്രാധാന്യം. ഇങ്ങനെ 3 കള്ളികളായിട്ട് നമുക്ക് ഈ രീതിയിൽ എഴുതാം. അപ്പോൾ വിഷ്വൽ ഇമേജസിന് ഉദാഹരണം പറയുന്നത് ക്ലോക്കാണ്. ഓഡിറ്ററി ഇമേജിന് ഉദാഹരണം പറയുന്നത് നമ്മുടെ പേരൊരാൾ പറയുന്നതാണ്. ഓൾഫാക്ടറി സെൻറ്റ് ഓഫ് എ റോസ്, കിനസ്തെറ്റിക് റോസ് വെയർ ഫ്ലങ് ഇൻ ടു ദ റൂം, റൂമിലേക്ക് എറിയുക എന്നുള്ള പ്രവൃത്തി. അതുപോലെ ടാക്ടൈൽ ഫീലിംഗ് ദ സോഫ്റ്റ്നെസ് ഓഫ് എ കിസ്. അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മൂന്നാമത്തെ കോളത്തിലും എഴുതാം. ഇനി അടുത്ത ആക്ടിവിറ്റിയിൽ ഈ പറയുന്ന ഇമേജസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഇൻ ദ പോയം നത്തിങ് ട്വൈസ്, the imagery vividly captures the fleeting and unique nature of our experience. അപ്പോൾ ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജസ് ആ പോയത്തിൻ്റെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ യുണീക്ക് നേച്ചർ ഓഫ് അവർ എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവങ്ങളുടെ എക്സ്പീരിയൻസ് അത് യുണീക്കാണ്, അതുല്യമാണ് എന്നുള്ള കാര്യം പറയാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോന്നും ഇവിടെ 1 by 1 ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ദ വിഷ്വൽ ഓഫ് സീയിങ് എ ക്ലോക്ക്, എക്സാമ്പിൾ ഫോർ വിഷ്വൽ ഇമേജ്, underscores the relentless passage of time. സമയത്തിൻ്റെ പാസേജിനെ സൂചിപ്പിക്കുന്ന ഒരു ഇമേജാണ് ക്ലോക്ക് എന്ന് പറയുന്നത്. റിമൈൻഡിങ് us how quickly moments slip away. ഇനി അടുത്തത് ഓഡിറ്ററി ഇമേജാണ്. ഹിയറിംഗ് someone mention your name by accident evokes a sudden rush of emotions and memories, highlighting the powerful impact of unexpected words. അപ്പോൾ ചില വാക്കുകൾ, പ്രതീക്ഷിക്കാതെ നമ്മൾ കേൾക്കുന്ന ചില വാക്കുകൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ഫീലിങ്സ്, ഇമോഷൻസ്, നമ്മുടെ മെമ്മറീസ്, ഓർമ്മകൾ, ഇതിനെയൊക്കെയാണ് ഈ ഒരു
ഓഡിറ്ററി ഇമേജ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഓൾഫാക്ടറി ഇമേജ്, ഇവിടെ സെൻറ്റ് ഓഫ് എ റോസ് കണക്ട്സ് ഡീപ്ലി ടു പേഴ്സണൽ മെമ്മറീസ് ആൻഡ് ഇമോഷൻസ്. നമ്മുടെ ഓർമ്മകൾ അതുപോലെ ഇമോഷൻസിനെയൊക്കെ ഈ സ്മെല്ല് സ്വാധീനിക്കുന്നു. ഈ ഒരു അനുഭവം കൂടുതൽ നമ്മളെ അത് കൂടുതലായിട്ട് ഈ അനുഭവത്തിലേക്ക് അടുപ്പിക്കുന്നു, അല്ലെ പഴയ കാലത്തെ സിമിലർ ആയിട്ടുള്ള അനുഭവങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്നു. ദ കിനസ്തെറ്റിക് ഇമേജ് ഈസ് ഇഫ് എ റോസ് വെയർ ഫ്ലങ് ഇൻ ടു ദ റൂം. അപ്പോൾ ഈ ഒരു ഇമേജ് ഉപയോഗിച്ചിരിക്കുന്നത് ഡൈനാമിക് ആൻഡ് സർപ്രൈസിങ് നേച്ചർ ഓഫ് ലൈഫ് മൊമെൻറ്റ്സ്, ലൈഫിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളും സർപ്രൈസുകളെയും ഒക്കെ സൂചിപ്പിക്കുന്നു. എംഫസൈസിങ് ദർ സഡൻ ആൻഡ് പ്രൊഫൗണ്ട് എഫക്ട്സ് ഓൺ അവർ ഫീലിങ്സ്. ഇനി അവസാനമായി ടാക്ടൈൽ ഇമേജ്, ഫീലിംഗ് ഓഫ് സോഫ്റ്റ്നെസ് ഓഫ് എ കിസ് കൺവേസ് ദ ഇൻറ്റിമേറ്റ് ആൻഡ് ഇറിപ്ലേസബിൾ നേച്ചർ ഓഫ് ലവ്. അപ്പോൾ ഇൻറ്റിമേറ്റ്, ഈ അടുപ്പം, അതുപോലെ സ്നേഹം, അതിൻ്റെ ഫീലിങ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ കിസ് എന്നുള്ള ടാക്ടൈൽ ഇമേജിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെയും പറയുന്നത് 2 നിമിഷവും ഒരേ ഫീലിങ്സ് നമുക്കുണ്ടാവുന്നില്ല. 2 moments ഓഫ് അഫെക്ഷൻ ആർ നോട്ട് എക്സാക്ട്ലി അലൈക്ക്. ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് അതേ രീതിയിൽ നമുക്ക് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇനി ഈ എല്ലാ ഇമേജസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടെ പോയറ്റ് പറയാൻ ശ്രമിക്കുന്ന കാര്യം, ടുഗദർ ദീസ് ഇമേജസ് ബ്യൂട്ടിഫുള്ളി പോർട്രേ ദ തീം ദാറ്റ് ഈച്ച് മൊമെന്റ് ഇൻ ലൈഫ് ഈസ് സിംഗുലർ. ജീവിതത്തിലെ ഓരോ നിമിഷവും അത് അതുല്യമാണ്, അല്ലെങ്കിൽ അത് വ്യത്യസ്തമാണ് ഒന്നിൽ നിന്ന്. അതൊരിക്കലും ഒരേപോലെയാകുന്നില്ല, സിംഗുലറാണ് ആൻഡ് കനോട്ട് ബി റിപ്പീറ്റഡ്, വീണ്ടും ആവർത്തിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇതിൻ്റെ മറ്റ് ആക്ടിവിറ്റികൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.